വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. പങ്ങാരപ്പള്ളി ALP സ്കൂൾ നയിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചേലക്കര സെന്ററിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജു PP ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരെന്നൊന്നും പറയാറില്ല. മിണ്ടാതെ സഹിക്കുന്നതെങ്കിലും സഹിക്കാവുന്നതിനപ്പുറമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. യുവതയുടെ മുതുകേറിയുന്നു മരണം. ഇരുളിന്റെ വഴികളിൽ സന്ധ്യയിൽ പുലരി ചാവിന്റെ മണവുമായി അടയുന്നു മരണം. പുതുമണ്ണിൻ തായ്വേരിൽ തളിരിടും ചെഞ്ചോര ചിതറിത്തെറിപ്പിക്കും മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും ഇവൻ യുവയും ചിലമ്പുമായി മരണം. പങ്ങാരപ്പള്ളി ALP സ്കൂൾ നയിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചേലക്കര സെന്ററിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജു PP ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് KP ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രധാന അധ്യാപിക ശോഭ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ടൗൺ വാർഡ് മെമ്പർ T ഗോപാലകൃഷ്ണൻ, 12ാം വാർഡ് മെമ്പർ ശ്രീമതി സുമതി രാമകൃഷ്ണൻ, PTA പ്രസിഡന്റ് സജീഷ് C എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഷീബ ടീച്ചർ, സിന്ധു ടീച്ചർ, ഷറഫുദ്ദീൻ മാസ്റ്റർ, PTA കമ്മിറ്റി അംഗങ്ങൾ, MPTA പ്രസിഡന്റ് ആതിര വിനോദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും സംയുക്തമായി ലഹരിക്കെതിരെ നടത്തിയ ഫ്ലാഷ് മോബും UKG പ്രതിനിധി ടെറിക് S ഷിജിൻ ലഹരി വിരുദ്ധ പ്രസംഗവും നടത്തി. സമൂഹത്തെ ഒരു വിപത്താണ് ലഹരി. ആ വിപത്തിനെതിരെ അവബോധം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് സമൂഹത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പോലും ഇതിനെ അടിമപ്പെടുന്നു എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം ലോക പുരോഗതിയെ സാരമായി ബാധിക്കുന്നു. ലഹരിയുടെ ഉപയോഗം ഓർമ്മ ചിന്തിക്കാനുള്ള തുടർന്ന് പങ്ങാരപ്പള്ളി സെന്ററിൽ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ആതിര ഗ്രാമീണ വായനശാലയുടെ പ്രതിനിധികളായ KS ശ്രീകുമാർ, PA അച്ഛൻകുഞ്ഞ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA വൈസ് പ്രസിഡന്റ് MM അബ്ബാസ് നന്ദി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ലഹരി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൊണ്ട് ഒരുപാട് പേര് ഇന്ന് പലയിടത്തും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് നമ്മൾ എപ്രകാരം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ തന്നെ സ്വയം മാറുന്നു എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ യുവജന സമൂഹത്തിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു ഫാഷനായിട്ടാണ് ഈ ലഹരി മാറിയിരിക്കുക. എന്താണ് ലഹരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ പ്രവൃത്തിയെ നമുക്ക് ലഹരി എന്ന് വിളിക്കാം.
മനുഷ്യന്റെ ബോധമണ്ഡലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അവന്റെ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന എന്തൊരു വസ്തുവിനെ അല്ലെങ്കിൽ പ്രവൃത്തിയെ നമ്മൾക്ക് ലഹരി എന്ന് പറയാം. അത് ഒരു വസ്തുവാണെങ്കിൽ ആ വസ്തു എന്ന് പറയുന്നത് ലഹരിയുടെ രൂപത്തിലാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന ഈ തൊട്ടടുത്ത ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഓരോ വസ്തുക്കളും, അത് പറയാൻ പാടില്ല ആ വസ്തുക്കളുടെ പേരുകളൊന്നും. അതായത് കുട്ടികളെല്ലാം ഇപ്പോൾ വളരെയേറെ ഏജ് കുറഞ്ഞിട്ടുള്ള കുട്ടികളും ഈ സമൂഹത്തിനോട് ഏതൊക്കെയാണ് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരെ ആ പേര് പറയേണ്ട ആവശ്യം തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ മനുഷ്യന്റെ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന വസ്തുക്കൾ, അപ്പോൾ അത് രാസവസ്തുക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ ആ തലച്ചോറിനകത്തുള്ള ഒരു നാഡീയ പ്രേഷകമായിട്ടുള്ള ഡോപ്പാമിൻ, ഈ ഡോപ്പാമിൻ എന്ന് പറയുമ്പോൾ അതൊരു പ്ലഷർ ഹോർമോണാണ്. ഈ പ്ലഷർ ഹോർമോണിനെ നിരന്തരമായിട്ട് ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഈ രാസലഹരികൾ വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ രാസലഹരികൾ വഴി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. അതിനൊരു ഉദാഹരണം തന്നെയാണ് രക്താർബുദം, അതേപോലെ തന്നെ പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾ. അപ്പോൾ ഒരു കാലത്ത് 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇന്ന് ജീവിക്കുന്നത് കേവലം ഒരു 32 വയസ്സ് വരെ അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളൂ. ന്യൂസ് ഡെസ്ക് CCV.